ശരിക്കും രണ്ട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ഞാനിവിടെ ലണ്ടനിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. അതിൽ തന്നെ രാവിലെ 8:30-ക്കായിരുന്നു കുർബാന. അപ്പോൾ ഒരു 7 മണിക്ക് എണീച്ച് റെഡിയായി നേരത്തെ പള്ളിയിൽ പോയി സീറ്റ് പിടിക്കണം. കാരണം ഇവിടുത്തെ പള്ളിയിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടില്ല. നേരത്തെ പോകണം, സീറ്റ് പിടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എണീച്ചത് 7 മണിയുടെ എൻ്റെ അലാറം അടിച്ചില്ല. എന്നിട്ട് ചേച്ചി 8 മണിയായപ്പോൾ വിളിച്ചപ്പോഴാണ് എണീക്കുന്നത് തന്നെ. അങ്ങനെ എണീറ്റു, വേഗം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയൊക്കെ വീട് മേടിച്ചിട്ട് 1 വർഷമായി. പക്ഷെ ഇപ്പോഴാണ് നമ്മളിവിടെ ഹൗസ് വാമിംഗ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ അല്ല. പക്ഷെ ചെറുതായിട്ട് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച് അവരുടെ പരിചയമുള്ള 2-3 ഫാമിലീസൊക്കെ വന്നിട്ടുള്ള ഒരു കുഞ്ഞി ഫംഗ്ഷനുള്ളത്. അപ്പം ഇന്ന് അതൊക്കെയാണ് പരിപാടി. ഞാൻ എന്താ അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി. ഇപ്പോൾ ഇത് ഏറെക്കുറെ ഒരു 12:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കാണ് വെഞ്ചരിക്കാൻ അച്ഛൻ വരുന്നത്. നമുക്കിവിടെ അടുത്തുള്ള ഒരു കാറ്ററിംഗ് സർവീസിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരണം. അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അത്രയും കൂടെ പണിയേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ, ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴെ ചെന്നിട്ട് വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ. ഫുഡ് ഞങ്ങൾ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ മെനു ഒന്നും ഇല്ലായിരുന്നു. അപ്പം, ഇടിയപ്പം, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ നോമ്പായതുകൊണ്ട് വെജിറ്റേറിയൻസിന് വേണ്ടി വെജിറ്റബിൾ സ്റ്റൂ. പറഞ്ഞതിലും വളരെ നേരത്തെ തന്നെ വെഞ്ചരിപ്പിൻ്റെ ചടങ്ങുകൾക്കായിട്ട് നമ്മുടെ അച്ഛൻ വന്നു. കാനഡയിലാണെങ്കിലും മലയാളി അച്ഛൻ തന്നെയാണ് കേട്ടോ വെഞ്ചരിക്കാൻ വന്നത്. നാട്ടിൽ നിന്ന് 35 കൊല്ലം മുന്നേ കാനഡയിലെത്തിയ അച്ഛനാണിത്. അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഞാനാണ്. അവസാനം എൻ്റെ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അച്ഛൻ പോയത്. പ്രാർത്ഥനയൊക്കെ നടത്തി അച്ഛൻ ഇപ്പോൾ പോയി. ഇനി ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. വീടിൻ്റെ അകത്തേക്ക് കയറാം നമുക്ക്. വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്ക്. പിന്നെ ഇവിടെ നമ്മുടെ കോട്ടൊക്കെ ഹാങ് ചെയ്തിടാനുള്ള സ്ഥലം, ഷൂ റാക്കും, പിന്നെ എൻ്റെ ചേട്ടൻ ചേച്ചിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. ഇതാണ് മെയിൻ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ നല്ല വെട്ടമുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്കിവിടെ വരുമ്പോൾ വീഡിയോസ് എടുക്കാൻ ഈ ഭാഗം ഭയങ്കര ഇഷ്ടം. നല്ല വെട്ടമുള്ള സ്ഥലമാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. എല്ലായിടത്തും ഇതുപോലത്തെ കരകൗശല വസ്തുക്കൾ ഒരുപാടുണ്ട്. ഇതാണ് കിച്ചൺ ഏരിയ. ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചി വേണമെങ്കിൽ ഹായ് പറഞ്ഞു. ഹായ്. അതിൻ്റെ അവിടെ തന്നെ ഒരു TV ഏരിയ ഉണ്ട്. ഒരു രണ്ടാമത്തെ ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ചായയൊക്കെ നമുക്ക് ഇരുന്ന് കുടിക്കാൻ. പിന്നെ ഇവിടുന്ന് നേരെ ഇവിടുത്തെ ഡെക്കിലേക്ക് ഇറങ്ങാം. തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡെക്ക് അത്യാവശ്യം നല്ല വിശാലമായ ഡെക്കും ബാക്ക്യാർഡുമാണ്. പിന്നെ ഇനി അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലൂടെയാണ് ബേസ്മെൻറ്റിലേക്കുള്ള വഴി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ബേസ്മെൻറ്റിൻ്റെ മുകളിലൊരു നിലയുണ്ടെന്ന്. പിന്നെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബേസ്മെൻറ്റിലെ ലിവിങ് ഏരിയ. ഇതൊരു 2 ബെഡ്റൂം ബേസ്മെൻറ്റാണ്. ഇതിവിടുത്തെ വാഷ്റൂമാണ്. പിന്നെ 2 ബെഡ്റൂം. ഇതൊരു വലിയ മാസ്റ്റർ ബെഡ്റൂം പോലത്തെ ബെഡ്റൂമും. പിന്നെ അപ്പുറത്ത് ഒരു കുഞ്ഞി ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇതാ അവിടുത്തെ കുഞ്ഞി ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാ. അപ്പോൾ ഈ ബേസ്മെൻറ്റ് നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബേസ്മെൻറ്റിൽ പിന്നെ ഒരു ചെറിയ അടുക്കള ഭാഗം കൂടെ ഉണ്ട്. വേഗം മുകളിലേക്ക് പോകാം. പിന്നെ ഇവിടുത്തെ ആ ബേസ്മെൻറ്റിലേക്ക് പോണ വഴിയിലാണ് വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഇരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ വാഷ്റൂമായത്. ഇത് ഞാൻ ഇവിടെ ഇവർ കുറേ വാങ്ങിച്ചിട്ട് ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. ബേസ്മെൻ്റ് ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. ആ 2 ബെഡ്റൂമും കിച്ചൺ ഇതൊക്കെ അവർ ആഡ് താഴെ ഒരു ബെഡ്റൂമും ഒരു ഹാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തതാണ്. ഇതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. മാസ്റ്റർ ബെഡ്റൂമാണ്. അവിടെ നിന്നൊരു നല്ല വിൻഡോ വ്യൂ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. എല്ലാ കണ്ണാടിയിലും പോയി ഞാൻ ഹായ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത ചേച്ചിയിടയ്ക്ക് പഠിക്കാനൊക്കെ അവിടെ ഇരിക്കാറുണ്ട്. എന്തെങ്കിലും എഴുതാനും പഠിക്കാനും. പിന്നെ ചേച്ചിക്ക് എന്നെപ്പോലെ അല്ല, ചേച്ചി അത്യാവശ്യം തയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തയ്ക്കാനുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ വാഷ്റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും കിടക്കുക ഈ മുറിയിലാണ്. ഇത്ര വലിയ ബെഡിൽ എനിക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്.
അങ്ങനത്തെ ബെഡും, പിന്നെ ഇവിടെ നിന്നും അങ്ങനെ തന്നെ പുറകിലേക്ക് ബാക്ക് യാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ഇത് നമ്മുടെ ബാക്കിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച ആ ഡെക്കിൻ്റെ ഏരിയ. ഇവിടെ കാനഡയിൽ വന്നേ പിന്നെ ഇപ്പം ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹോംലി ഫീലാണ്. ചേച്ചിയുടെ വീട്ടിൽ എപ്പോൾ വന്നാലും നമുക്ക് നമ്മുടെ ഒരു വീടുണ്ട് എന്നൊരു ഫീലിങ്സ് കിട്ടും. ഇങ്ങനെ ആക്രി സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ കുറേയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു ക്ലോക്ക് പോലെയൊക്കെ. സമയം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത് തെറ്റാ. പിന്നെ അതുണ്ടോ അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ഇതിലൊരു മീൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. ഇത്രയും ബുക്സ് വായിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് ബുക്കുകൾ ഇരിപ്പുണ്ട്. ഞാൻ വരുമ്പോഴും ഞാനും വായിക്കാറില്ല. ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ശ്രമം നടത്തി നോക്കി, പക്ഷെ പറ്റിയില്ല. പണ്ടൊക്കെ ഞാൻ ബുക്ക് വായിക്കായിരുന്നു. ഇപ്പം അതൊന്നും വായിക്കാനുള്ളൊരു ക്ഷമ പോലും ഇല്ലാത്ത അവസ്ഥയായി. പണ്ടൊക്കെ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ വായിക്കാറേ ഇല്ല. ഫോണുണ്ടല്ലോ എല്ലാത്തിനും. പുതിയ തലമുറയുടെ ഓരോരോ മാറ്റങ്ങൾ. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് എടുത്തു. അപ്പവും ഇടിയപ്പവും സ്റ്റൂവും ബീഫ് കറിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഫ്രൂട്ട് സലാഡ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടോ കിട്ടിയത്. ഈ ഐസ്ക്രീമും അവർ തരും, ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും തരും. ഇത് നമ്മൾ തന്നെ വേണം ഇതിൽ മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ. സംഭവം ആദ്യം കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് ഒരിക്കൽ കൂടെ ഇവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഈ കുട്ടിപ്പട്ടാളത്തിന് ഡാൻസ് ഒക്കെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ആ സൈഡിലിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആൻറ്റി എന്നെയും ഡാൻസ് കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എനിക്ക് സാധാരണ അങ്ങനെ നാണമൊന്നുമില്ലെങ്കിലും ഇന്ന് എന്തോ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് ഡാൻസ് ഒന്നും കളിച്ചില്ല. ഫുഡ് കഴിച്ചു, പരിപാടിയൊക്കെ കഴിഞ്ഞു, ആകെ മൊത്തം ടയർഡായി. ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നാ. പക്ഷെ എനിക്ക് തിരിച്ചു പോകണം എന്ന് തന്നെ. ഞാൻ മിസ്സാഗ സൈഡിലാണ് താമസിക്കണത്. അപ്പം ഇന്ന് പോയിട്ട് നാളെ ജോലിയുണ്ട്. അപ്പം ഇന്ന് പോകാതിരിക്കാൻ വയ്യ. സാധാരണ ഇവിടെ വന്നാൽ 2 ദിവസം നിന്നിട്ടൊക്കെയാണ് പോകാറ്. പക്ഷെ ഇപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എന്തായാലും തിരിച്ചു പോകണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഞാൻ പോവാൻ റെഡിയായി. ഇനി ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറും കൂടി ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പം ഇന്ന് പോയി നാളത്തേക്കെല്ലാം റെഡിയാക്കി. ഇനി നാളെ തൊട്ട് പിന്നെയും ജോലിക്ക് പോകണം. ഈ ആഴ്ച 4 ദിവസം ജോലിയുള്ളൂ എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.